പത്തനംതിട്ട വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെടുത്തു. വലയിലാക്കിയ ശേഷം മയക്കുവെടി വെച്ചാണ് കടുവയെ പുറത്തെത്തിച്ചത്. 10 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കടുവയെ പുറത്തെടുക്കാനായത്. ആരോഗ്യ പരിശോധന നടത്തും. ബാക്കി കാര്യങ്ങൾ ചീഫ് വാർഡിന്റെ അനുമതിയോടെ തീരുമാനിക്കും. എത്ര പ്രായമുണ്ട് സാറേ? ഉദ്ദേശം 2 to 3 വയസ്സിന്റെ പ്രായമാണ് കണക്കാക്കുന്നത്. എത്ര തൂക്കം? 150 to 200 കിലോയുടെ അടുത്ത്. പരിക്കുകളൊന്നും നിലവിൽ പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നും കാണുന്നില്ല. നമ്മൾ അത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആരോഗ്യ പരിശോധന നടത്തി ആ കാര്യം നമ്മൾ ചീഫ് വൈൽഡ് വാർഡൻ അറിയിച്ച് ചീഫ് വൈൽഡ് വാർഡൻ്റെ ഒരു അനുമതിയോട് കൂടി മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. ഞങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയണ്ടായി. നമുക്കിവിടെ കിടക്കേണ്ടുന്നവരല്ലേ. അതുപോലെ ആന, കടമാന, എല്ലാം കാട്ടുപോത്ത് എല്ലാം ഭയങ്കര ഇതാ. ഇല്ല ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം നെറ്റുമൊക്കെ കിട്ടുകഴിഞ്ഞാൽ നല്ലതല്ലേ, ഇതുപോലെ സംഭവിക്കായിരിക്കും. വന്യമൃഗ, ആന, പന്നി അങ്ങനെയൊക്കെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു പ്രശ്നം വരത്തില്ല. ഇത് കടുവയെപ്പോലുള്ളൊരു ഒരാളെ പുറത്ത് കണ്ട ഇതെന്തോ എൻ്റെ അഭിപ്രായത്തിൽ ഏതോ ഒരു മൃഗത്തെ പക്ഷേ ഇതിനു വേണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ വീണത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു വന്നു. ഇനി അതിനെ സേഫായ സ്ഥലത്ത് കൊണ്ടുവിടുകയോ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ബാക്കി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇനിയും നിങ്ങളൊക്കെ ഇന്നങ്ങ് പോവും. പക്ഷേ നാളെ മുതൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ നിങ്ങളെ മാത്രമല്ല നമ്മുടെ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം മനസ്സിലുണ്ടാവും. വിവരങ്ങൾ നന്ദുഷ നൽകും. നന്ദുഷ, മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തന്നെയാണ് ഇപ്പോൾ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിച്ചത്. എത്ര വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ഇപ്പോൾ പൂർത്തിയായത്? ദിവ്യ, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഈ ചിറ്റാറുകാർ ഉറക്കമുണർന്നു തന്നെ കിണറ്റിൽ കടുവ വീണു എന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ടിട്ടാണ് അതാ എനിക്ക് മുന്നിൽ ഈ കാണുന്ന കിണറിൻ്റെ ആഴം നിശ്ചയിക്കുന്ന അളവുകോൽ പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 7.5 കോൽ താഴ്ച വരുന്ന ആഴമുള്ള ഈ കിണറ്റിലേക്കാണ് കടുവ വീണു കിടന്നത്. രാവിലെ ഈ ഇതിന് ചുറ്റും വെച്ചിരിക്കുന്ന ഈ പാറക്കല്ലുകൾ കിണറ്റിലേക്ക് ശക്തിയായി വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടും കിണറിനുള്ളിൽ വെള്ളം ശക്തിയായി അലയടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടുമാണ് ഈ വീട്ടുകാർ കിണറിനുള്ളിലേക്ക് നോക്കുന്നത്. ആദ്യം കരുതിയത് പുലിയാണെന്നാണ്. പിന്നീട് കൂടുതൽ വെളിച്ചം എത്തിച്ച് കിണറ്റിൽ നടത്തിയ വിശദമായ പരിശോധനയിലൂടെയാണ് ഇത് കടുവയാണെന്ന് മനസ്സിലാക്കാനായത്. പിന്നീട് ഉടൻ തന്നെ വനംവകുപ്പിൽ വിവരമറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം സമീപത്തുണ്ടായിരുന്ന ഒരു വലിയ കവുങ്ങ് വെട്ടി ഇതിന് മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ആ സ്ഥാപിച്ച കവുങ്ങിൽ കപ്പി ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് വല കെട്ടി ആ വലയിൽ കടുവയെ കയറ്റിയ ശേഷമാണ് മയക്കുവെടി വെച്ചത്. തേക്കടിയിൽ നിന്നെത്തിയ പ്രത്യേക സംഘമായിരുന്നു മയക്കുവെടി വെക്കാനായി നേതൃത്വം നൽകിയത്. ഏതായാലും ഇപ്പോൾ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്. കടുവയെ കിണറ്റിൽ നിന്നെടുത്ത് കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധന, അതായത് കടുവയെ വലയ്ക്കുള്ളിൽ വെച്ച് തന്നെ പ്രാഥമികമായ ഒന്ന് അനാലിസിസ് ചെയ്തതിനകത്ത് പ്രത്യേകിച്ച് പരിക്കുകളൊന്നും കടുവയ്ക്കില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഏതായാലും പ്രദേശവാസി ആയിട്ടുള്ള ഒരു ചേച്ചി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ചേച്ചി, രാവിലെ കടുവ കഥ കേട്ടിട്ടാണ് ഉണർന്നതല്ലേ? കടുവ അലയ്ക്കുന്ന കേട്ടുണ്ടാവും ഉണർന്നത്. ഒന്ന് ഇറങ്ങി ഇവിടെ ശ്രദ്ധിച്ച് മോൻ ഫോൺ വിളിച്ചപ്പം ഇവർ പറഞ്ഞു ഇവിടുത്തെ കാറ്റിലാണ് റോഡിൽ ആനയാണെന്നും പറഞ്ഞാൽ കേട്ട ആദ്യം ചോദിച്ചു. പിന്നെ വന്ന ഇത് കഴിഞ്ഞ് പറഞ്ഞു ആദ്യം പറയുമ്പോൾ വലിയാന്ന്, പിന്നെ പറഞ്ഞ് കടുവാന്ന് കാണാമായിരുന്നു, ലൈറ്റ് അടിച്ച് നോക്കി അങ്ങനെ കണ്ടറിയാന്ന്. ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് കടുവായിരുന്നു. ഈ ശല്യം കൂടുതലാണോ വന്യജീവികൾ? ഭയങ്കര ശല്യം, ഞങ്ങൾക്കാർക്കും ഇവിടെ ജീവിക്കണ്ട. വൈകിട്ടും രാത്രിയിലായി
പെരയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് കേൾക്കാം, നമ്മളിരിക്കുന്നുണ്ടെ കേൾക്കാം. പന്നി വന്ന് കപ്പ കുത്തുന്നതും കടിച്ചു പൊട്ടിക്കുന്നതും ചുള്ളിലൊടിയുന്നതും കുപ്പയിലെല്ലാം വന്നങ്ങ് കുത്തി ബാധിക്കുള്ളൂ. പേടിയുണ്ടോ? പേടിയാ. കുരങ്ങും അണ്ണാനും പന്നി കേഴ് മുള്ളനും ഇതെല്ലാം കൂടെ ശല്യം കൂടെ ഞങ്ങൾക്ക് കൃഷിയൊന്നും ഇല്ലാണ്ട്. കടുവ ആദ്യമായിട്ടാണ് തോന്നി മേഖലയിൽ. കടുവ ആദ്യമായിട്ട് മേളിലൊക്കെ കൊണ്ട് വരുന്നുണ്ട്, കാണുന്നുണ്ട്. വെട്ടാൻ ചെന്നിടത്ത് ഈയിടയിൽ ഒരാൾ വെട്ടിക്കൊണ്ടിരുന്നിടത്ത് വന്നത് കണ്ണ് കണ്ടുകൊണ്ട് പേടിച്ച് നോക്കി നിന്നപ്പം ഇത് മുന്നോട്ട് വന്നിട്ട് ആദ്യം പുറമോട്ടങ്ങ് പോയി. പുറമോട്ട് പോയിട്ട് പിന്നെ അത് തിരിഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ ആൾ പേടിച്ച് ഓടി. ഏതായാലും വലിയ ഭീതിയിലാണ് ഈ നാട്ടുകാർ ഇപ്പോഴും. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ വില്ലൂന്നിപ്പാറയിലെ ഒരു കടുവയെ നിലവിൽ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടിലേക്ക് മാറ്റി അതിന് പ്രാഥമിക പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഇതേ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഇതേ ഫോറസ്റ്റ് റേഞ്ചിനുള്ളിൽ തന്നെ കുമ്പളത്താമൺ എന്ന പ്രദേശത്ത് മറ്റൊരു കടുവയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ കുഴപ്പമോ ഒന്നും ഇല്ലെങ്കിൽ കാട്ടിലേക്ക് തുറന്നു വിടാൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും ദിവ്യ, ഇനി കടുവയ്ക്ക് വേണ്ടത്, അതായത് ഇതിൻ്റെ മയക്കം പൂർണ്ണമായി വിടണം. മയക്കം വിട്ട ശേഷം മാത്രമേ ഇതിനെ വനത്തിലേക്ക് തുറന്നു വിടാൻ സാധിക്കുകയുള്ളൂ. അതിന് മുൻപ് തന്നെ, മയക്കം വിടുന്നതിന് മുൻപ് തന്നെ കടുവയുടെ ശരീരത്തിൽ ഗുരുതരമായ ഏതെങ്കിലും മുറിപ്പാടുകളോ അതിൻ്റെ പല്ലുകൾക്ക് ഏതെങ്കിലും പരിക്കുകളോ അതല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പരിശോധന പൂർത്തിയായ ശേഷമായിരിക്കും മയക്കം വിട്ട ശേഷം കടുവയെ വനത്തിനുള്ളിലേക്ക് തുറന്നുവിടുന്ന നടപടികളിലേക്ക് പോവുക. ഏതായാലും അതൊക്കെ ഈ കൂടിയാലോചനകൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ, അതായത് 2 ആഴ്ച മുമ്പ് കുമ്പളത്താമണിൽ നിന്ന് പിടികൂടിയ കടുവയ്ക്ക് ഇതേ രീതിയിൽ വനത്തിലേക്ക് തുറന്നു വിടുന്നതിന് മുൻപ് പരിശോധന നടത്തിയപ്പോൾ അതിനൊരു കണ്ണിന് കാഴ്ചയില്ലെന്നും അതിന്റെ കനൈൻ ടീത്തുകളിൽ 2 എണ്ണം ഇല്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്ന് അതിനെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിരുന്നു. കാരണം ഈ പെരിയാർ ടൈഗർ റിസർവിനോടും ശബരിമല പത്തനംതിട്ടയിൽ കിണറ്റിൽ വീണ കടുവയാണ് മയക്കുവെടി വെച്ച ശേഷം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്.